ഹലോ ഫ്രണ്ട്സ്, യാമീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, നമുക്ക് സാധാരണപ്പെട്ട ആൾക്കാർക്കൊക്കെ വീട്ടിലൊരു കേക്ക് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. പലരും ഉണ്ടാക്കുന്ന സമയത്ത് കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മിസ്റ്റേക്കൊന്നും വരാതെ പെർഫെക്റ്റ് ആയിട്ടൊരു കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ടിപ്സും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുപോകണേ. ഒപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ മക്കളെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ എല്ലാവരും പറയുന്നുണ്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് മുട്ടയുടെ സ്മെല്ലൊക്കെ ഉണ്ടാകുന്നെന്ന്. അപ്പോൾ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവാത്ത രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചതിന് ശേഷം വീണ്ടും നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം മാത്രമേ നമ്മൾ പഞ്ചസാര പൊടിച്ച് അതിലേക്ക് ചേർക്കാവൂ. പൊടിച്ച പഞ്ചസാര അതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. ചേർത്തതിന് ശേഷം ചെറിയ സ്പീഡിലിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം സ്പീഡ് കൂട്ടി നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും മുട്ടയുടെ മഞ്ഞ കളർ മാറി ഒരു വെള്ള കളർ ആവുന്നത് വരെ, നല്ല പ്ലഫി ആയിട്ട് വരുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പാടില്ല. നമ്മളിപ്പം ബീറ്റർ വയ്ക്കുന്ന സമയത്ത് ഒരു റിബൺ കട്ട് രീതിയിൽ വരുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കേക്കിൽ മുട്ടയുടെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് കേക്ക് പൊങ്ങി വരുന്നുണ്ട്, പക്ഷേ കട്ട് ചെയ്യുന്ന സമയത്ത് ഉൾഭാഗം കട്ടിയായിട്ടിരിക്കുന്നെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ 10 മിനിറ്റ് ഓവൻ ഫ്രീ ഹീറ്റിന് ശേഷം മാത്രമേ ബാറ്റർ ഇറക്കി വയ്ക്കാൻ പാടുള്ളൂ. അതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ കേക്ക് ബേക്ക് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ നമ്മൾ ബാറ്റർ ഓവനിലേക്ക് വച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാനോ ഒന്നും പാടില്ല. ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ആയതിന് ശേഷം മാത്രമേ കേക്ക് ബേക്കായെന്നുള്ളത് നോക്കാൻ പാടുള്ളൂ. അങ്ങനെ തുറന്ന് നോക്കിയാൽ തന്നെ കേക്ക് താഴുകയും അതേപോലെ തന്നെ ഉൾഭാഗം കട്ടിയായി പോവുകയും ചെയ്യും. പിന്നെ പലരും പറയുന്ന വേറൊരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കിൽ ഒരുപാട് എയർ ബബിൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റിലേക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ കേക്ക് ഒന്ന് ബാറ്റർ ഒന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ലോണം ഒന്ന് ഒരു 10-20 പ്രാവശ്യമെങ്കിലും നമ്മൾ നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് എയർ ബബിൾസും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. പിന്നെ അതേപോലെ തന്നെ വേറൊരു മിസ്റ്റേക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് നമ്മൾ എപ്പോഴും നമ്മൾ ഈ ബാറ്ററിലോട്ട്, അതായത് മുട്ട നമ്മൾ ഫ്ലഫി ആയിട്ട് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലോട്ട് മാവ് മിക്സ് ചെയ്യണ സമയത്ത് ഒരിക്കലും നമ്മൾ കുത്തി ഇളക്കി ഇങ്ങനെ മിക്സ് ആക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ നമ്മൾ മാവിട്ടതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ കുറേ മിസ്റ്റേക്കുകൾ നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം കുറേ ടിപ്സുകൾ ഇനി കാര്യങ്ങൾ കുറേ ഉണ്ട് തന്നെ. അപ്പോൾ ഇതിൽ വീഡിയോയിൽ മൊത്തത്തിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്താത്തത്. ഇനി വരുന്ന വീഡിയോയിൽ കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തരാം. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ മക്കളെ.